എൻ്റെ ചക്ക ഇങ്ങനെയാണ്. എന്താ കഥ? ഈ രണ്ട് ചക്കടയും ഒരു കോലം കണ്ടോ? വാലേതാ തലേതാ ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഒന്നിൻ്റെ തല കൂർത്തിട്ടാണെങ്കിൽ മറ്റേതിൻ്റെ രണ്ട് തലയും ഉരുണ്ടിട്ട്. ഈ പ്ലാവിലുണ്ടാകുന്ന എല്ലാ ചക്ക ഇതുപോലെയാണ്. ചിലതിൻ്റെ ചില ഭാഗം നമ്മുടെ പന്തോല ഉറണ്ടിട്ട്. പാവം ഇതിൻ്റെ ഒരു കോലം കണ്ടില്ലേ? നിങ്ങൾക്കൂടെ കണ്ടിട്ട് എന്തൊക്കെ തോന്നണില്ലേ? പക്ഷെങ്കിൽ കോലവും വലിപ്പവും ചൊറുക്കിലും നല്ല കേട്ടോ കാര്യം. ഇതിൻ്റെ ചാതിലാ വാഴപ്പഴവും മാങ്ങയും കൂട്ടിച്ചേർന്ന ഒരു ചാതാ. പൗത്തക്കൻ്റെ മധുരവും ചാതും വേറെ എന്തിനാ കിട്ടുകയല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചക്ക വേണ്ട. അതെന്താ അറിയോ? ഇത് പൊളിക്കാനും പറിക്കാനും ഒക്കെ നല്ല പാടാണേ. കയ്യുമ്മേ വളഞ്ഞാവും. പറിച്ചെടുത്താലോ നല്ല തീറ്റയാണ്. ഞമ്മക്കാണെങ്കിൽ ചക്കക്കാലത്ത് പൗത്തക്കൻ്റെ മണം കേട്ടാൽ പൊറുക്കൂല. കയ്യുമ്മേ കുറച്ച് വെളിച്ചെണ്ണ പരറ്റി കത്തിയെടുത്ത് മൂക്കങ്ങോട്ട് ചെത്തന്നെ. രണ്ട് മുഖം ചെത്തി അങ്ങോട്ട് മലത്തന്നെ. എന്നിട്ട് അങ്ങോട്ട് പറിക്കന്നെ. അല്ലാതെ ഇപ്പോൾ ആര് പറിച്ചു തരുമെന്ന് കരുതിയിട്ടാ? ചക്കക്കാലത്ത് ചക്കന്നെ എന്നണ്ടേ ഇങ്ങനെ അങ്ങോട്ട് പറിച്ചിടന്നെ. ഞാൻ ചക്കയും മാങ്ങയും കാലത്ത് ഇഷ്ടം പോലെ അങ്ങോട്ട് തിന്നും. എന്താ അറിയോ? എനിക്ക് ഷുഗറില്ല. ഇനി നമുക്ക് ചക്കയുടെ ചില ആരോഗ്യ ഗുണങ്ങളും അത് എന്തിനെല്ലാം ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചും അറിയാം. ചക്കയിൽ വിറ്റാമിൻ സി, ഫൈബർ, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ കൂടുതലുണ്ട്. എന്നാൽ പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റുകളും നല്ല അളവിലുള്ളതിനാൽ ഊർജം നൽകുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്നു. ഉയർന്ന ഫൈബർ ഉള്ളതിനാൽ ദഹനത്തെ സഹായിക്കുന്നു. ചക്കക്കുരു പച്ചക്ക് കഴിക്കരുത്, വേവിച്ച് കഴിക്കുക. തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നു. പ്ലാവും അതുപോലെ എല്ലാ ഭാഗവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാവും കൽപ്പവൃക്ഷം തന്നെയല്ലേ? മടല് പശുവിന് കണ്ട മധുരമൊന്നല്ല മക്കളെ, ഇത് നല്ല മധുരമുണ്ട്. ഇനി ഇത് ടപ്പർ വെയറിലുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ 2 ദിവസം നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം.